ഒരല്പസമയം കൂടുതലെടുത്തെങ്കിലും അവസാനം എത്തിച്ചേർന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത് തന്നെയാണെന്ന് കരുതുന്നു. ശ്രീമതി CV സജിനി, ഇത് നോക്കൂ, നമുക്ക് നമ്മുടെ രാജ്യം എങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ കൂട്ടത്തിൽ വരും. നമ്മൾ ചെയ്യുന്നതിനെ ഒന്ന് വിലയിരുത്തി പോകും. അതൊരു പക്ഷേ കുറച്ചുകൂടി നന്നായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചേക്കും. ആ ചർച്ചയും ഉണ്ടാകും. നമ്മൾ രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ചരിത്രമുണ്ട്. പാകിസ്ഥാനെ എങ്ങനെയൊക്കെയാണ് ദുരുപയോഗം ചെയ്തത് അമേരിക്കയെ പോലുള്ള ശക്തികൾ എന്നുള്ളത് ഡോക്ടർ സമ്പത്ത് ഇവിടെ പറഞ്ഞു വെച്ചത് കൃത്യമാണ്. നമുക്ക് തന്നെ അഭിപ്രായങ്ങൾ മുൻപുള്ളതാണ്. നമ്മുടെ രാജ്യം ആ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആയുധങ്ങൾ കൊടുത്ത് തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരുന്നത് ആരാണ് എന്നത് നമ്മൾ എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നാൽ അതേസമയം നമുക്കിപ്പോൾ ഈ അമേരിക്കയെ പോലുള്ള രാജ്യവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ തന്നെ നടന്ന ചർച്ചയിൽ പല വിദഗ്ധരും പറയുന്നുണ്ടായിരുന്നു. അമേരിക്കയോടുള്ള നമ്മുടെ ബന്ധം മൂലം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതിൽ നമ്മൾ ചരിത്രത്തെ മറന്നുള്ള ചില നടപടികൾ എടുത്തേക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അവർക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കാനാകുമോ? നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ നിൽക്കുകയാണോ? സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ചോരയ്ക്ക് പകരം ചോര എന്നത് നമ്മുടെ നയമാണോ? ചോരയ്ക്കു പകരം കുട്ടളം മുട്ടിക്കുമോ എന്ന കൈരളി TVയുടെ ഈ ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം ഈ പഹൽഗാമിൽ ചോര ചീന്തിയ ആ 26 നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളോട്, അവരുടെ ബന്ധുക്കളോട്, അവരുടെ ആത്മാവിനെ, അവരുടെ ആത്മാഭിമാനത്തെ ചീന്തുന്ന, അപമാനിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കൈരളി TVയിലെ ഈ ചർച്ചയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരുടെ പുറത്ത് ഇത്തരത്തിലുള്ള അത്യന്തം ഭീകരമായ ബാർബേറിക് എന്ന് തന്നെ നാം പറയേണ്ട ഒരു മസാക്രെ, ഒരു ആക്രമണം നടത്തിയ, കൊലപാതകം നടത്തിയ ആ തീവ്രവാദികളോട്, അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് നാം മറുപടി പറയണ്ടേ, ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ ഗാസയിലും മറ്റും കണ്ട കണ്ണീർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാണാത്തത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതായത് ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ ഭാരതം ഒരു വികസനത്തിൻ്റെ കുതിപ്പുമായി മുന്നേറുമ്പോൾ അതോടൊപ്പം കാശ്മീരും വികസനത്തിൻ്റെ പാതയിലാണ്. അവിടെ കോടിക്കണക്കിനായിട്ടുള്ള ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് എത്തുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുകയാണ്. അവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ കലാലയങ്ങൾ പോകുന്നു, ജോലിക്ക് പോകുന്നു. ഈ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുവാൻ ഈ ISI പോലെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾക്ക് സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ അവിടെ ഒരു അറ്റാക്കിന്, ഒരു വിഫല ശ്രമം എന്ന് തന്നെ ഞാൻ പറയാം. നടന്നത് വളരെ ഭീകരമാണെങ്കിലും സങ്കടകരമാണെങ്കിലും അത് ആ അറ്റാക്ക് അതൊന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്കിത് നോക്കിയാൽ അറിയാം. ശ്രീനഗർ നോക്കൂ, ഇന്ന് വലിയ ടൂറിസ്റ്റ് ഫ്ലോ ആണുള്ളത്. അതായത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ഭാരതത്തിൻ്റെ സർക്കാരിനെ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണിത്. അതുകൊണ്ട് ഒരു പാകിസ്ഥാൻ വിചാരിച്ചാൽ, ഏതൊക്കെയോ ചില തീവ്രവാദ ശക്തികൾ വിചാരിച്ചാൽ കശ്മീരിനെ ഇല്ലാതാക്കുവാനും അത് ഈ രാജ്യത്തെ, ഭാരതത്തെ ഇല്ലാതാക്കുവാനും ഒന്നും സാധിക്കുകയില്ല എന്നത് എല്ലാവരും, ലോകവും ഈ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ രാജ്യ താല്പര്യത്തിനെതിരായി സംസാരിക്കുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശരി, ഒരൊറ്റ മിനിറ്റ് ശ്രീമതി CV സജിനി, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഒരല്പ തെറ്റിദ്ധാരണയോട് കൂടിയാണ് താങ്കൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങിയത്. ഇതിൻ്റെ തലക്കെട്ട് ചോരയ്ക്ക് പകരം വെള്ളം കൂടി മുട്ടിക്കുമോ എന്നതാണ്. പക്ഷേ അത് താങ്കൾ വിശദീകരിച്ചതുപോലെ അല്ല. ചോരയെക്കുറിച്ച് ഇന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയാണ്. അവിടെ ആ
സിന്ധു നദിയിലൂടെ വെള്ളം തന്നില്ലെങ്കിൽ ഒഴുകാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ രക്തമായിരിക്കുമെന്ന് പറഞ്ഞത് ഈ മുൻ മന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞതിന് പകരം നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കുമോ, നമ്മൾ അവരുടെ വെള്ളം കൂടി മുട്ടിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഈ ചർച്ചയുടെ ചോദ്യവും. അങ്ങനെ വെള്ളം കൂടി മുട്ടിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഇന്നലെ 1 മണിക്കൂർ നടന്ന ഞങ്ങളുടെ ചർച്ചയിൽ വിദഗ്ധരായ പലരും പറഞ്ഞത് അങ്ങനെ വെള്ളം കൂടി ഉടനെ മുട്ടാൻ പോകുന്നില്ല എന്നാണ്. ഈ തീരുമാനം ഇപ്പോൾ എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇത് അന്താരാഷ്ട്ര കരാറാണ് എന്നാണ്. ഇതിങ്ങനെ കയ്യടി വാങ്ങാൻ പറഞ്ഞു പോകാമെന്നല്ലാതെ പെട്ടെന്ന് അങ്ങനെ വെള്ളം കൂടി മുട്ടിക്കാനാകില്ല എന്നാണ്. ഇങ്ങനെ രക്തമൊഴുക്കുമെന്ന് പറഞ്ഞ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻകാരുടെ വെള്ളം കൂടി മുട്ടിക്കാനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവരുടെ വെള്ളം കൂടി മുട്ടിക്കൽ മാത്രമല്ല, ആ രാജ്യം ഒരു വലിയ തകർച്ചയിലേക്ക് പോകും. അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും. നമുക്കത് കാത്തിരുന്ന് കാണാം. നോക്കൂ, ഇവിടെ ഈ നദീജലം അത് തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. നോക്കൂ, ചനാബ് നദിയിലെ ഒഴുക്ക് ഇന്ന് ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സി, ചോരയ്ക്ക് ഈ ഒരൊറ്റ ദിവസം കൊണ്ടാണോ, ഇന്നലത്തെ പ്രഖ്യാപനം കൊണ്ടാണോ, ഈ ഒറ്റ ദിവസം കൊണ്ടാണോ ഈ ഒഴുക്ക് ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞത്? അല്ല, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ചനാബ് നദിയിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് പരിശോധിക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. സജിനി ചോദിച്ചത് ഇതാണ്, നിങ്ങൾ ഇന്നലെ എടുത്ത നടപടികളുടെ ഫലമായിട്ടാണോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ അങ്ങനെ കുറഞ്ഞത് എന്നാണ് എന്റെ ചോദ്യം. ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് അത് ഇല്ലാതാവില്ലല്ലോ. അതായത് വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ പുറത്ത് ചോരയ്ക്ക് പകരം ചോര മാത്രമല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് തീവ്രവാദം നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് പാകിസ്ഥാനോടും അവർ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലുൾപ്പെടെയുള്ള മുഴുവൻ തീവ്രവാദ സംഘടനകൾക്കും കൊടുക്കുന്ന വലിയ താക്കീതാണ്. കാരണം ഭാരതത്തിലെ ലക്ഷ്യം ഭാരതത്തിലെ തീവ്രവാദം മാത്രമല്ല, ലോകത്തിലെ മുഴുവനുള്ള ആ തീവ്രവാദത്തിന്റെ ആ വേരുകളുണ്ടല്ലോ, അത് അരിഞ്ഞു കളയുക എന്നത് തന്നെയാണ്. ഇവിടെ ആ തീവ്രവാദത്തിന്റെ വേരുകൾ അരിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കൊപ്പമുണ്ട്, സർക്കാരിനൊപ്പമുണ്ട്. ഈ കാര്യത്തിൽ ഈ ചർച്ചകളിൽ നമ്മളൊക്കെ അതിനുവേണ്ടി തന്നെയാണ് വാദിക്കുന്നതും. അതിന് പിന്നോട്ട് പോകാനല്ല, പാകിസ്ഥാൻ മുന്നോട്ട് വരട്ടെ എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. അങ്ങനെ ഉള്ള തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ തീവ്രവാദികളെ ഇല്ലാതായിരിക്കുന്നു. കാശ്മീർ ഇനി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീനഗറിലേക്ക് ഇന്ത്യ സർക്കാരിനെ വിശ്വസിച്ച് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആ വിശ്വാസം ഉണ്ടായിരുന്ന നമ്മളെപ്പോലുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വെമ്പി നിൽക്കുന്നവരായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ പോയിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ ജീവൻ പോയ രാമചന്ദ്രൻ അങ്ങനെ കരുതി പോയതാണ് കാശ്മീരിലേക്ക്. അവിടെ നിങ്ങളെ വിശ്വസിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് ശ്രീനഗറിലേക്ക് കാശ്മീരിലേക്ക് പോയ ആളുകൾക്ക് ജീവൻ പോയത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കേണ്ടത് നമ്മൾ ഈ ഘട്ടത്തിൽ. താങ്കൾ പറഞ്ഞ ആ തീവ്രവാദത്തെ ഇല്ലാതാക്കിയത് കൊണ്ടാണോ അത് സംഭവിച്ചത്? തീവ്രവാദം ഇല്ലാതായിരുന്നോ? അല്ല, നിങ്ങൾ നോക്കൂ, ശ്രീനഗറിൽ ഇന്നത്തെ നിങ്ങൾ ടൂറിസ്റ്റ് ഫ്ലോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇന്നും ധാരാളമായി ടൂറിസ്റ്റുകൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ളതിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായോ, എന്തെങ്കിലും സുരക്ഷിതത്വത്തിന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഓർക്കുക, ആരാണ് കശ്മീർ ഭരിക്കുന്നത്? അവിടുത്തെ ലോക്കൽ ബോഡി ആരാണ്? ഈ ഇന്ത്യ സഖ്യമാണല്ലോ അല്ലേ? അത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് എന്ത് റോൾ? അല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് യാതൊരു റോളുമില്ലേ? അങ്ങനെയാണെങ്കിൽ പക്ഷെ ആ റോൾ അവിടുത്തെ സർക്കാരിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ക്രോസ് ബോർഡർ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രാദേശിക സർക്കാരിന് എന്ത് റോളാണുള്ളത്? അല്ല, പ്രാദേശിക സർക്കാർ ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തുറന്നു കൊടുത്തപ്പോൾ
അത് വേണ്ട രീതിയിൽ അറിയിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ സർക്കാർ അത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അത് അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ചീന്തിയ ആ ചോരയ്ക്ക് തീർച്ചയായിട്ടും അതിശക്തമായി നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള തിരിച്ചടി നൽകും. ഈ പറയുന്ന ഈ ജലയുദ്ധമുണ്ടല്ലോ, അതൊക്കെ അതിലൊന്നാണ്. ഒന്നാമത് പാകിസ്ഥാനിൽ ഓൾറെഡി അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ്. തൊഴിലില്ല, പണമില്ല, ജനങ്ങളുടെ ഇടയിൽ വലിയ ആഭ്യന്തരമായ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജലയുദ്ധം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. നമ്മൾ അതിനെ ആഘോഷിക്കണോ വേണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ 26-27 പേരുടെ ജീവനെ നഷ്ടപ്പെടുത്തിയ പഹൽഗാമിലെ ആ കൂട്ടക്കൊല ഉണ്ടായത് എന്തുകൊണ്ട്, ആ കൂട്ടക്കൊലക്കുള്ള മറുപടി എന്ത് എന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, ഇതാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാം സി വി സജിനി. മറുപടി ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കാണുക തന്നെ ചെയ്യും. എല്ലാ തരത്തിലുള്ള മറുപടി ഉണ്ടാവും. ശരി.